ഹായ് ഹലോ നമസ്കാരം. പൊന്നാക്കാരൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും പ്രകാശം പറക്കട്ടെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ചൂടാൻ വേണ്ടി വന്നതാണ്. കുറേ ദിവസമായി ചൂടാൻ വരണം എന്ന് വിചാരിക്കുമ്പോൾ ഇന്നാണ് ഒരു അവസരം കിട്ടിയത്. നല്ല തണുപ്പാണ്. അപ്പോൾ ചൂടാൻ വേണ്ടി വന്നതാണ്. നമ്മളെ വണ്ടി അവിടെ കിടക്കുന്നു. വണ്ടിയിൽ സാധനങ്ങളൊക്കെ ഫുൾ ലോഡാണ്. ഒരു ടീം വരാനുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ സ്ഥലം ഇങ്ങനെ സെലക്ട് ചെയ്യാൻ വേണ്ടി റോഡിൽ നിന്ന് കൂടുതൽ മാറിയിട്ടല്ലാത്തൊരു ചെറിയൊരു ഭാഗം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പോകാനും വരാനും ഒക്കെ പറ്റുന്നൊരു സ്ഥലത്ത് അപ്പുറത്തെ കുറേ വണ്ടികളൊക്കെ നിർത്തിയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു സ്ഥലം ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് നോക്കിയിട്ട് നല്ല സ്ഥലമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളിവിടെ കിട്ടുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ആ വീടൊക്കെ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ആരും വീട് സ്കിപ്പ് ചെയ്യണ്ട. എല്ലാവരും കൂടെ പോരി. കിടിലം വീടായിരിക്കും. എന്നാ പോവാ. അല്ലോ എന്താ പറയാ, ഞങ്ങൾ രണ്ട് വണ്ടി വന്നിട്ടാ. വണ്ടി എടുക്കുന്നത്, ബാക്കിലുള്ള വണ്ടി എടുക്കുന്നത്, എല്ലാവരും ഉണ്ട്. എല്ലാവരും എത്തിക്കുന്നു. അപ്പം ഇനി നല്ലൊരു സ്ഥലം കണ്ടെത്തണം. ഞങ്ങൾ ഇവിടെ കയറി വെക്കില്ല. എൻ്റെ ബാക്കിൽ കയറി വെക്കിപ്പോൾ നടന്നില്ല. അവിടെ നെറ്റ് കെട്ടിയിട്ടുണ്ട്. അപ്പം നേരെ ഞാൻ അപ്പുറത്തേക്ക് അവിടെയൊക്കെ വണ്ടികൾ എടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ മേലെ ആൾക്കാർ ഇഷ്ടംപോലെ മേലെ മൺസൂണങ്ങളുണ്ട്. മേലൊക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ ഇനി നല്ലൊരു സ്ഥലം കണ്ടെത്തണം. ആ സ്ഥലം കണ്ടെത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വണ്ടി അവിടെ നിന്ന് എടുത്തിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അവരങ്ങനെ കറങ്ങി വരും. ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ്. ഇവിടെ നിന്ന് പോയിട്ട് നമുക്ക് നല്ലൊരു സ്ഥലം കണ്ടെത്തണം. കാരണം നമ്മൾ ഏകദേശം വെളുപ്പിന് ഇവിടെ നിന്ന് പുറപ്പെടുള്ളൂ. റൂമിലേക്ക് എന്തായാലും വെളുപ്പിന് എത്തുള്ളൂ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് നല്ല സ്ഥലം കണ്ടെത്തണം. ഇരിക്കാനുള്ള എല്ലാ സാധനവും സെറ്റപ്പായിട്ടാണ് വന്നിട്ടുണ്ട്. എല്ലാ സാധനവും നമ്മൾക്ക്, അതായത് ഇരിക്കാനുള്ളതും പിന്നെ ചൂടാനുള്ളതും കോയും ബീഫും പിന്നെ കരി വിറക് എല്ലാ സാധനവും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒക്കെ കാണിച്ചിട്ട് ട്രക്ക് നമ്മളിപ്പോൾ ഇവിടെ ഇറക്കും എല്ലാ സാധനങ്ങളും. അപ്പോൾ എല്ലാം കാണിച്ചിട്ട് എടാ ഓരോടെ ലാൻഡ് ക്രൂസറിൻ്റെ ബാക്കി നിർത്താൻ മതി. ഇതെന്നാ ഇത് വസീറിൻ്റെ കോട്ട് ആവശ്യമില്ല. അത് കുറിച്ചാൽ ഇവിടെ ഇരുന്നാൽ മതി നമുക്ക്. അത് ആരും പറയാതെ കുറിച്ചാൽ ആദ്യം പോകുന്ന ആൾക്കാർ മറ്റേ ലൈറ്റോടെ അല്ല അങ്ങോട്ട് പോയിക്കണം. അവിടെ നോക്കാം. നല്ല അടിപൊളി സ്ഥലം തന്നെ കിട്ടിയതാ. ഞങ്ങൾ ലൈറ്റൊക്കെ ഇട്ട് തന്നെ വന്നിട്ടുണ്ടല്ലോ. ലൈറ്റും ചൂടാനുള്ളതും എല്ലാം ഫുൾ സെറ്റപ്പ് സാധനമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചൂടാൻ കാണിച്ചുതരാം. ഇവിടെ നല്ല സ്ഥലമാണ്. എങ്ങനെ മരുഭൂമി. പക്ഷേ ചുറ്റോറോ റോഡും ഉണ്ട്. നമുക്ക് എപ്പോഴും ഇറങ്ങി പോകാനും വരാനും ഒക്കെ പറ്റുന്ന കൂടുതൽ ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലത്താണ് നമ്മൾ കാണുന്നത്. രണ്ട് വണ്ടി ഇതവിടെ കിടക്കുന്നുണ്ട്. ബാക്കിയതാ എല്ലാവരും സെറ്റാക്കുന്നുണ്ട്. ഓരോ സാധനങ്ങളായിട്ട് സെറ്റാക്കി ഇരിക്കുന്നത്. ആഫീസ് ഉണ്ടായിക്കോട്ടെ. ചുടനല്ലേ? ആ ഒന്ന് വരിഞ്ഞിടാനല്ലേ? അത് ശരിയാണ്. ഒന്ന് വരികയാണെന്നുണ്ടെങ്കിൽ വിറകത്തിക്കല്ല. നമുക്ക് ആദ്യം ഇതിൽ ചുട്ടിട്ട് അപ്പോൾ 5 സ്റ്റാർ ഓടിക്കുന്ന ഷെഫ് ആയിരുന്നു. ഓനക്കറിയാം എന്താ ചെയ്തത്. ഇവിടെ ഉണ്ടാ മീനുണ്ട്. അതാണ് ഒരു കിൻഡലും 40 പിന്നെ അത്രേ ഉള്ളൂ. എന്താ എനിക്കറിയാം. ഞങ്ങളും അവൻ്റെ ലൈവൊക്കെ കാണുന്നുണ്ട്. മാത്രമല്ല അവൻ്റെ ലൈവ് കാണുന്നുണ്ട്. ഞങ്ങളും കാണുന്നുണ്ട്. ഡയലോഗ് ഇങ്ങനെ അടിക്കല്ല. നമ്മളെല്ലാം അടിക്കുന്നുണ്ട്. ഫുൾ സപ്പോർട്ട് കൊടുക്കണം. എപ്പോഴും സപ്പോർട്ട് കൊടുക്കണം. എല്ലാത്തിനും സപ്പോർട്ട് കൊടുക്കണം. അതെ, ഒരു പണിയെങ്കിലും എടുത്തല്ല. എന്താ ചിക്കൻ സമീർ വേറൊരു കാര്യണ്ട്. ഞാൻ അൻവറിനെ എടുക്കാൻ വേണ്ടി പോയിക്കായിരുന്നു. എത്ര കിലോമീറ്റർ? ഞാൻ 150 കിലോമീറ്റർ അപ്പുറത്ത് വരുവാൻ എടുത്തിട്ട് വരില്ലേ? ഇന്നലെ പറഞ്ഞു
നമുക്കിതാ ഇപ്പൊ ഇവിടുത്തെ നമ്മളത്തെ അവസ്ഥ അയില നല്ല മസാല ഇട്ട് അയില, ചിക്കൻ ഇതാ 2-3 പ്ലേറ്റ് ചിക്കൻ ഇട്ടാ, ഇവിടെ ഒരു പ്ലേറ്റ്, ഇവിടെ ഒരു പ്ലേറ്റ്. ഇത് ബീഫ്, എന്ത് ബീഫ്? പാകിസ്ഥാൻ ബീഫ് ആട്ടാ, ഇന്ത്യൻ ബീഫ് അല്ല, പാകിസ്ഥാൻ ബീഫ്, വെള്ള ബീഫ്. അതെ, നല്ല സെറ്റ്, ഫുൾ സെറ്റ്. ഇതൊക്കെ ഇനി ഇതൊക്കെ ചൂടേണ്ട ആവശ്യമുള്ളൂ അല്ലേ എന്താ? ഇതൊക്കെ ചൂടേണ്ട ആവശ്യമുള്ളൂ. ഫുൾ സെറ്റാണ്, ഫുൾ സെറ്റ്, അടിപൊളി. അല്ല ഇത് കിട്ടിയിട്ട് വേണം കഴുകാന്. എന്താ ഇവിടെ കയ്യേകാനൊന്നും എല്ലാം മസാല ഒക്കെ ഇട്ടിട്ട് കയ്യേകാൻ വെള്ളം ഞാൻ നിൽക്കുകയാണ്. ഇവിടുത്തെ കഴിഞ്ഞല്ലോ. അല്ല കേട്ടോ ഓരോ നിറയിലിട്ടോ ഉപ്പിട്, ഒന്ന് മടക്കി മടക്കം നല്ല മടക്കം നല്ല മടക്കം. എന്താടി നമ്മളെ കരി മസാല ഇങ്ങോട്ട് മറ്റേ മേലെ അല്ല ചുടുമ്പൊന്നും ബീഫിന്റെ നമ്മൾക്ക് ഇതല്ലേ ചിക്കൻ ചുടുമ്പോ ഓരോ തന്നെ മരിച്ച. അടിപൊളി അടിപൊളി അടിപൊളി. പിന്നെ ഇവിടെ ആര് ചെയ്യണം? പിന്നെ ലോഡർക്കാണ് മൂപ്പര് പോയിട്ട് ഇങ്ങനെ പിടിക്കൂല. എടാ ഏതോ ഒരു പ്ലേറ്റിൽ കത്തിണ്ട്, ആ കത്തി സെമീറോ മാറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്താ ലൈറ്റർ കൊണ്ടല്ലോ, ലൈറ്ററിന് പ്രശ്നമുള്ള കരിടാ പോട്ടാ. ആര്? അർച്ചനെ? അത് ശരി, ആ ഇളച്ചൻ, ഞാൻ കേട്ട അർച്ചനാണ്. തെറ്റിദ്ധരിക്കാലോ അല്ലേ? അൻവർ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പരിപാടി നടക്കില്ല കേട്ടോ. അൻവർ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പരിപാടി നടക്കില്ല. അൻവറാണ് ഈ കംപ്ലീറ്റ് പരിപാടി അല്ലേ? ശരിയല്ലേ? കട്ടല്ലേ ഓന് ഉയരണ്ടാവും, പറഞ്ഞു നടക്കാം, ഉയരണ്ടാവും. ഞങ്ങൾ എല്ലാ കളി കളിക്കും. രണ്ടാൾക്കാർ വെള്ളം പഠിക്കാൻ വേണ്ടി വരണൊക്കെ 1-2. അപ്പൊ നമ്മള് കൊണ്ടുവന്ന വെള്ളം തീർന്നുപോയി. നമ്മൾ സാധനങ്ങൾ കഴുകിയപ്പോൾ വെള്ളം തീർന്നുപോയി. നമ്മളൊരു 3 ബോട്ടിൽ വലിയ വെള്ളം, പിന്നെ കുടിക്കാനുള്ള ചെറിയ ബോട്ടിലാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് തേഞ്ഞില്ല. അപ്പോൾ രണ്ടാമത് ഇവർ പോയിട്ട് വെള്ളം മേടിച്ചു കൊടുന്ന് അതവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തീ ചൂടാക്കി ഇനിയിപ്പോൾ കനലാക്കിയതിന് ശേഷം നമുക്ക് ചിക്കൻ വെക്കണം. ചിക്കൻ വെച്ചതിന് ശേഷം ബാക്കിയുള്ള പരിപാടികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സംഭവം എന്താ പറയുക, ഒരു പ്രത്യേക ഒരു രസമാണ്. നമ്മളെല്ലാ വർഷവും വരലുണ്ട്. എല്ലാ വർഷവും തണുപ്പിൻ്റെ സമയത്ത് നമ്മൾ ഇതേമാതിരി ഒന്ന് പ്ലാൻ ചെയ്തിട്ട് വരലുണ്ട്. ഇപ്രാവശ്യം ഒന്ന് പെട്ടെന്നായിപ്പോയി. കാരണം പെട്ടെന്ന് മീൻസ് നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ മുന്നൊക്കെ നമ്മൾ വന്നിരുന്നത് നല്ല ടെൻ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മളടുത്ത് ടെൻ്റൊക്കെ അടിച്ച് നല്ല സെറ്റിലായിരുന്നു. ഇപ്രാവശ്യം ടെൻ്റൊന്നും കൊടുത്തിട്ടില്ല. കാരണം നിൽക്കാനുള്ള ഒരു ഇതിലല്ല വന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ രാത്രി സ്റ്റേ ചെയ്യുന്ന അങ്ങനത്തെ സ്ഥലത്തേക്കാണ് നമ്മൾ പോയത്. അങ്ങനെ സ്റ്റേ ചെയ്യാൻ പറ്റിയ സ്ഥലത്തേക്കാണ് പോയത്. നല്ല സ്ഥലമായിരുന്നു, അടിപൊളി സ്ഥലമായിരുന്നു. ഇപ്രാവശ്യം പിന്നെ നമ്മൾ സ്റ്റേ ചെയ്യുന്നില്ല. നമ്മൾ ഒരു ഏകദേശം ഒരു വെളുപ്പിന് തിരിച്ച് വീട്ടിലേക്ക് പോകാന്നുള്ള അങ്ങനത്തെ ഒരു ഇതിലാണ് നമ്മൾ ഇപ്രാവശ്യം വന്നത്. അപ്പോൾ നമ്മൾ കനലാക്കിയിട്ടുണ്ട്. കനലാക്കി വെച്ച് ഇനി ഇതിൻ്റെ മേലെ ഒരു കമ്പി ഇതുണ്ട്, അത് വെച്ചിട്ട് ഒരു നെറ്റ് വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ ചിക്കൻ വെച്ചിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ. അപ്പോൾ ചിക്കനൊക്കെ വെച്ചിക്കണ്. ചിക്കൻ വെച്ചിട്ട് അങ്ങനെ ഒരാൾ ഇങ്ങനെ ആ കരിയൊന്ന് ഇതായി വരാൻ വേണ്ടിയിട്ട് ഒരാളിങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ നമ്മളങ്ങനെ ചിക്കന് ഒന്ന് കഴിച്ചു നോക്കി, അടിപൊളിയായിരുന്നു. അങ്ങനെ ആയതായത് എടുത്ത് കഴിക്കട്ടെ. നമ്മളിതിങ്ങനെ എല്ലാം കൂടി ആവാൻ വേണ്ടി കാത്തു നിന്നിട്ട് അങ്ങനെ ചെയ്യണമെന്നില്ല. ആവുന്ന എടുക്കുക, കഴിക്കുക, ഒരു രസം ഇങ്ങനെ കഴിക്കുക. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ബീഫ് വെക്കാണ്ട്, പിന്നെ മീൻ ചൂടാനുണ്ട്. അപ്പം അങ്ങനെ ഓരോന്ന് ആവുന്നത് ഓരോരുത്തർ ഇങ്ങനെ എടുത്ത് കഴിക്കുക, കുറച്ച് നേരം സംസാരിച്ചിരിക്കുക. നല്ല ടേസ്റ്റ് കേട്ടോ, അടിപൊളി ടേസ്റ്റ്. നല്ല മസാല അടിപൊളിയായിട്ട്, നല്ല അടിപൊളിയായിട്ട് നല്ല മസാല കൂട്ടിയിട്ട് അടിപൊളിയാണ് സംഭവം. നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കുറച്ച് അവിടെ അനുസരിച്ചിട്ട് ഇതാ ഇങ്ങനെ കഴിക്കുന്നുണ്ട്. പിന്നെ കുറേ നേരം ഞങ്ങൾ അവിടെ സംസാരിച്ച് കുറേ നേരം ഇരുന്നു. അതിലിടക്ക് ഇതിന്റെ പരിപാടികളൊക്കെ നടക്കും വേണം. കാരണം നമുക്കിത് മാത്രല്ലേ, ചിക്കൻ മാത്രല്ല, ബീഫും ഉണ്ട്, മീനും ഉണ്ട്. ചിക്കൻ പിന്നെ പെട്ടെന്ന് വേവും. ഈ ബീഫാണ് കുറച്ച് വേവാൻ സമയം എടുക്കും. ആയിക്കോട്ടെ. ഒരു പേര് ജംഷീർ. പക്ഷെ റിട്ടേൺ തെങ്ങില്ലല്ലോ, റിട്ടേൺ ഇല്ല. അതാര് പേര് വിളിയാ ഈ സദസ്സിൽ എല്ലാരും പേര് വിളി വെക്കാം. നമ്മളിത് എന്തുണ്ടെങ്കിലും അവർക്ക് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ നമ്മളിതാ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാല് മീനും ബീഫും കൂടിയിട്ടുണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടും കൂടി കാരണം കുറച്ച് ബീഫ് കുറച്ച് മേടിച്ചിട്ടുള്ളൂ, ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് മേടിച്ചിട്ടുള്ളൂ. ഒരു കിലോ ബീഫ് മേടിച്ചിട്ടുണ്ട്, പിന്നെ ഒരു 4-5 മീനും മേടിച്ചിട്ടുണ്ട്, പിന്നെ അതിൻ്റെ ബാക്കി വന്ന ചിക്കനും ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചുകൊണ്ട് വെച്ചതാണ്. നല്ല കുറച്ച് എണ്ണയൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടിപൊളി സംഭവം. നല്ല അടിപൊളിയായിട്ട് മസാല പിടിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതൊക്കെ കുറച്ച് എല്ലാവരും കഴിച്ചതാട്ടാ. ഇതിങ്ങനെ കുറെ ഉണ്ടല്ലോ, അപ്പൊ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ചെയ്യുക, കുറച്ചേരം സംസാരിക്കുക, കുറച്ചേരം ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കണം. പരിപാടികൾ ഇങ്ങനെ സെറ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അൻവറാണ് മെയിൻ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ. അതെല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെ കേട്ടോ. അൻവറാണ് നമ്മൾ ഇത് മസാല കൂട്ടാനും ചൂടാനും ഒക്കെ ഭയങ്കര എപ്പോഴും നല്ല ഉന്മേഷത്തോട് ആവേശത്തോട് കൂടിയിട്ട് ചെയ്യുന്ന ആള്. ബാക്കിയൊക്കെ ഞാനടക്കം മടിയൻ. ഇവരടൊക്കെ ചെയ്യൽ അൻവറാണ് കൂടുതൽ. നമ്മൾ മറ്റുള്ളതൊക്കെ ചെയ്ത് കൊടുക്കും, അതായത് നമ്മൾ ഹെൽപ്പിങ് അല്ല, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. അതാ ഇങ്ങനെ റെഡി ആയിരിക്കുന്നുണ്ട്. ഇപ്പം ഏകദേശമൊക്കെ ആയിട്ട് എല്ലാം നമ്മൾ ഇതിന് എടുത്ത് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കണം. എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇരുന്നിട്ട് ഓരോ ഭാഗത്ത് ഇരുന്നിട്ട് ഇങ്ങനെ പ്ലേറ്റിലെടുത്തിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. മറ്റേത് അതിന് അവിടെ എടുത്തിട്ട് ഓരോരുത്തർ ടേസ്റ്റ് ചെയ്ത് നോക്കലായിരുന്നു, ഫുള്ള് ടേസ്റ്റ് ചെയ്യലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ് ഇപ്പോൾ പ്ലേറ്റിലേക്ക് കുബൂസും ഉണ്ട്, അതുകൊണ്ട് രണ്ടും കൂടി മാറ്റി വെച്ചിട്ട് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാരണം നല്ല രസമായിരുന്നു, സംഭവം രസമായിരുന്നു. കാണുമ്പോൾ നിങ്ങൾക്കും നല്ലൊരു കാഴ്ച കാണാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ അടുത്തത് നല്ല ഇതേമായിട്ട് വേറൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമ്മൾ വരും. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഒന്ന് പോകാനുള്ള പരിപാടികൾ നോക്കുകയാണ്. കാരണം ഒരുപാട് സമയം നമ്മൾ വന്നിട്ട് എന്താ നമ്മൾ തീയൊക്കെ ഏകദേശം ഇതൊക്കെ ഇതാക്കിയിട്ട് ഇങ്ങനെ പോകാനുള്ള പരിപാടികൾ നോക്കുക. കാരണം ഇവിടെ കംപ്ലീറ്റ് ക്ലീൻ ആക്കിയിട്ട് വേണം പോകാൻ, അല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ എന്തായാലും വേറൊരു മറ്റൊരു മനോഹരമായ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവരോടും നല്ലൊരു മാത്രം സ്നേഹം മാത്രം.